ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ISL 11 സീസണിലെ 8 കളികൾ കഴിയുമ്പോഴുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് വിലയിരുത്തി തരാം. ഈ ഒരു സീസൺ ISL 11 സീസൺ 8 കളികൾ കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് വളരെയധികം മോശം പെർഫോമൻസ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ 8 കളികൾ കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടേബിളിൽ 2ാം സ്ഥാനത്തായിരുന്നു. ഈ ഒരു സീസണിൽ 8 കളികൾ കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്താണുള്ളത്. 2 വിജയങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ നേടിക്കാൻ സാധിച്ചത്. 4 തോൽവികൾ ഇതുവരെ നേരിട്ട് കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ ഈ ബ്ലാസ്റ്റേഴ്സ് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് അടുത്ത 2 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെ തെളിയിക്കാനായി പോകുന്നത്. ഇതുവരെ ഒരു ക്ലീൻ ഷീറ്റ് പോലും ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാനായി സാധിച്ചിട്ടില്ല. ഇതുവരെയുള്ള എല്ലാ കളികളിലും ബ്ലാസ്റ്റേഴ്സ് ഗോളായിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന് നമുക്കറിയാം ഈ സീസൺ സ്കോഡ് എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ ഈ സീസണിലുണ്ടായിരുന്ന മെയിൻ പ്രശ്നമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പേഴ്സിൻ്റെ ഇൻഎക്സ്പീരിയൻസ്. സാധാരണ ഒരു ടീമിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ടീമിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറും പിന്നീടുള്ള 2 ഗോൾ കീപ്പേഴ്സ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പേഴ്സും ആയിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ 3 ഗോൾ കീപ്പേഴ്സും ഇൻഎക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പേഴ്സാണ്. അത് ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം ഈ സീസണിൽ പിന്നോട്ടടിക്കുന്നത്. പിന്നീട് നമുക്ക് ഒരു ഫിക്സഡായ ഒരു 11 ഇതുവരെ കണ്ടെത്താനായി സാധിച്ചിട്ടില്ല. നമുക്ക് അറ്റാക്കിങ്ങിൽ കൂടുതൽ ഫോർമേഴ്സിനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡിഫൻസീവ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരികയാണ്. ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആയിരുന്നു ശരിക്കും ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ സമയത്ത് നമ്മൾ ശരിക്കും നോക്കി നിൽക്കേണ്ട സമയം അപ്പോഴായിരുന്നു. ശരിക്കും അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറിൻ്റെ കുറവ് നന്നായി നമ്മളുടെ ടീമിനെ ലാക്ക് ചെയ്യുന്നു. പിന്നീട് 8 കളികൾ കഴിയുമ്പോഴുള്ള നമ്മളുടെ ടീമിൻ്റെ പരിക്കിൻ്റെ അവസ്ഥ. പരിക്ക് എന്നാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ ബാധിക്കുന്നത്. ഈ സീസണിൽ ഇതുവരെ 8 കളി കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ശ്യാം പണ്ഡിതനായാലും പ്രവീർദാസിനായാലും നവാസുദ്ദീൻ 8 കളികളിൽ 2 കളികൾ മിസ് ചെയ്യുമ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എത്രമാത്രം നവാസുദ്ദീനെ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു സീസൺ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാനായി സാധിച്ചിട്ടുണ്ട്. നവാസുദ്ദീൻ ഫ്രണ്ടിൽ പോയപ്പോൾ തന്നെ നമ്മളുടെ അറ്റാക്കിങ്ങിൽ എത്രത്തോളം അത് ബാധിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ജനുവരിയിൽ തിരുത്തേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കുറേ ന്യൂസുകളായി കേൾക്കുമ്പോൾ അടുത്ത 2 മത്സരങ്ങൾ പുതിയ പരിശീലകൻ നിർണായകമാണ്. ആ 2 മത്സരങ്ങളിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ കോച്ചിനെ സാക്ക് ചെയ്യുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കോച്ചിനെല്ലാം ഇവിടെ സാക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോച്ചിനെ സാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല. ഇപ്പോൾ ISL 11 സീസണാണ് ഈ സീസൺ കടന്നു പോകുന്നുണ്ടെങ്കിലും ISL 11 സീസൺ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പരിശീലകരെ മാറ്റിയ ടീമായിട്ട് നമ്മൾ ബ്ലാസ്റ്റേഴ്സ് മാറിക്കഴിഞ്ഞു. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകരല്ല മാറ്റുന്നത്, ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്സ് സ്ട്രെങ്ത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് ജനുവരിയിലായാലും മറ്റു ട്രാൻസ്ഫറുകളിലായാലും പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. എന്നെങ്കിലാണ് നമ്മുടെ ടീം എത്രത്തോളം സ്ട്രോങ് ആവുമെന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇപ്പോൾ കോമി പെപ്പറിനെ നമുക്ക് ബെഞ്ചിൽ നിന്ന് കൊണ്ടുവന്നൊരു ഇമ്പാക്ട് സബ്ബായിട്ട് നമുക്ക് ഉപയോഗിച്ച് പല കളികളിൽ ഈ സീസണിൽ റിസൾട്ട് ഉണ്ടാക്കാനായി സാധിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു സബ് നമുക്ക് ഈ സീസണിൽ ഇമ്പാക്ട് സബ്ബായിട്ട് ഇറക്കാൻ പറ്റിയ ഇന്ത്യൻ പ്ലേയേഴ്സായാലും ഇല്ല, ഫോറിനേഴ്സും ആയിരുന്നില്ല. കോമി പെപ്പറിനെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇമ്പാക്ട് സബ് ഇറക്കാനുള്ളതില്ല. അതൊക്കെ നമ്മളുടെ ടീമിൻ്റെ മാനേജ്മെൻറ്റാണ് ട്രാൻസ്ഫർ വിൻഡോയിൽ മനസ്സിലാക്കിക്കൊണ്ട് സൈനികങ്ങൾ നടത്തേണ്ടത്. ഈ ഒരു സീസൺ ട്രാൻസ്ഫർ വിൻഡോ ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു.